ബുഖാരി മറിച്ച് നോക്കിയാൽ ബാബു ഖിറാഅത്തിൽ ഫാത്തിഹത്തി അലൽ ജനാസ, ജനാസയുടെ മേൽ ഫാത്തിഹ ഓതുന്നതിൽ പറയുന്ന അധ്യായം. ജനാസയുടെ മേൽ ഫാത്തിഹ ഓതുന്നതിൽ പറയുന്ന അധ്യായം സഹീഹുൽ ബുഖാരിയിലുള്ള അധ്യായം. അങ്ങനെയാ, ഓതണ്ടെന്ന് പറയുന്ന അധ്യായം ഒന്നല്ല. അപ്പൊ ആകയാൽ മരിച്ച മയ്യത്തും മുന്നിൽ വെച്ച് നിസ്കാരത്തിൽ പോലും മരിച്ച മയ്യത്തിനു വേണ്ടി ഫാത്തിഹ ഓതുന്നതാണ് ഇസ്ലാം മതം. മരിച്ച മയ്യത്തിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പോലും മരിച്ച മയ്യത്തിനു വേണ്ടി ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നതാണ് മയ്യത്ത് നിസ്കാരം തന്നെ. ആ നിലക്ക് മയ്യത്തും മുന്നിൽ വെച്ച് ഖുർആൻ ഓതുക എന്നത് നിർബന്ധമാണ്. മയ്യത്ത് നിസ്കാരത്തിലെങ്കിലും ഒരു ഫാത്തിഹയെങ്കിലും മരിച്ച മയ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി ഓതാതെ ഒരു മയ്യത്തിനെയും മറവ് ചെയ്തുകൂടാണ്. മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് മയ്യത്തും മുന്നിൽ വെച്ച് ഒരു ഫാത്തിഹ ഓതിയിട്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതാണ് മയ്യത്ത് നിസ്കാരം തന്നെ. മയ്യത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പരിപാടി എന്താ? ഫാത്തിഹ. എന്നിട്ട് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ. അപ്പൊ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹയെങ്കിലും ഓതി അതിനുവേണ്ടി ഒരു ദുആ നടത്തിയിട്ടേ മറമാടാൻ പാടുള്ളൂ എന്നാ ഇസ്ലാം മതം. അതേ സമയത്ത് മയ്യത്തും വെച്ചിട്ട് ഖുർആൻ ഓതാൻ പാടില്ല.